വെള്ളച്ചാട്ടത്തിലേക്കുള്ള ഗേറ്റാണ് ഇത്. കേരള വനം വന്യജീവി വകുപ്പിൻ്റെ കണ്ണൂർ ഫോറസ്റ്റ് ഡിവിഷനിലെ തളിപ്പറമ്പ് റേഞ്ചിന് കീഴിലാണ് അളകാപുരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ടിക്കറ്റുണ്ട്. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 20 രൂപ, വിദേശികൾക്ക് 250 രൂപ, ക്യാമറയ്ക്ക് 150 രൂപ. സന്ദർശന സമയം 9 മണി തൊട്ട് 5 മണി വരെ. എൻട്രൻസിൽ നിന്ന് 400 മീറ്റർ ഉള്ളിലോട്ടാണ് വെള്ളച്ചാട്ടം. കുറച്ച് താഴോട്ട് ഇറങ്ങി പോകണം വെള്ളച്ചാട്ടം കാണണമെന്നുണ്ടെങ്കിൽ. ഞങ്ങളങ്ങനെ ട്രക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ട്രക്കിംഗ്. ചിത്രദുർഗ. ശബ്ദം കേൾക്കുന്നു. ഇപ്പം കുറേശ്ശെ ശബ്ദം വരുന്നുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ. ഇപ്പം നല്ല കുറച്ച് വെള്ളം കാണാൻ സാധ്യതയുണ്ട്. അതിലേക്കൂടാണ് ഇതുവരെ നടന്നു വന്നത്. ഇനി കുറേ കൂടെ ദൂരം നടക്കാനുണ്ട് എന്തായാലും. അപ്പോൾ അടുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ ടീമിലെ ആളുകൾ. ഇനിയും ആൾക്കാർ വരാനുണ്ട്. പുറകെ വന്നേരം ഫാസ്റ്റായിട്ട് വരാൻ പറ്റും. സന്തോഷമൊന്നും പറഞ്ഞായിരുന്നു. മഴയൊന്നും ഇല്ല, വെള്ളം കാണുമോ? ചെറിയ കാറ്റിൽ വരുന്നില്ലേ? ഡിസംബർ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ അഗാധമായ കൊക്കയാണ് ഈ പോന്ന വഴി. ഞങ്ങളതിൻ്റെ അവസാനം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. കുറച്ച് വെള്ളമൊക്കെ ഇപ്പോൾ ഉണ്ട്. മഴ കുറച്ച് പെയ്തുകൊണ്ട് അതിൻ്റെ പ്രയോജനം എന്തായാലും ഉണ്ട്. താഴോട്ട് ഇറങ്ങി അതിൻ്റെ കുറേ കൂടെ ക്ലോസ് വ്യൂ കിട്ടും. വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വ്യൂ. അവിടെ കുളിക്കാൻ പറ്റും. കുളിക്കാൻ നല്ല സൗകര്യമുള്ള സ്ഥലമാണ്. എന്തായാലും തോർത്തെടുക്കാൻ നഷ്ടമായിപ്പോയി. കുളിക്കാൻ പറ്റും. അളകാപുരി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. കുറേ നല്ല ഹൈറ്റിൽ നിന്നാണ് വെള്ളം ഒഴുകി വരുന്നത്. മഴക്കാലം അല്ലാത്തതിനാൽ തിങ്ങി നിറഞ്ഞ് ഒഴുകി വരുന്നില്ല. അതല്ല പാല് പോലെ കളറിലാണ് വരുന്നത്. ചെളി വെള്ളമൊന്നുമില്ല. ഇവിടെ കുളിച്ചൊരാൾ പറഞ്ഞത് നല്ല അതിമനോഹരം, നല്ല വെള്ളമാണെന്നാണ് പറഞ്ഞത്. ആൾക്കാരൊക്കെ കുളിക്കുന്നുണ്ട് ഇവിടെ. 2 ബ്രാഞ്ചായിട്ട് തിരിഞ്ഞ് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. അപകടരഹിതമായൊരു സ്ഥലമാണ്. സാധാരണ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഭയങ്കര അപകടങ്ങളാണ്. പക്ഷേ ഇവിടെ അങ്ങനൊരു അപകടം ഇല്ല. നന്നായിട്ട് നമുക്ക് കുളിക്കാനായിട്ട് പറ്റും. കുറേ കൂടി താഴോട്ട് വന്നിട്ടിരിക്കുകയാണ്. വെള്ളത്തിലോട്ട് ഇറങ്ങി നിന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇവിടെ ഒരു ഡേഞ്ചറും ഇല്ല. അവിടെ ആ പാറയിലോട്ട് ചേർന്ന് കിടന്നു കഴിഞ്ഞാൽ ആ വെള്ളം മൊത്തം തലയിലൊന്ന് വീഴും. ഇവിടെ പക്ഷേ കുറച്ച് ഒരു പൂള് കണക്ക് കിടക്കുകയാണ്. അങ്ങോട്ട് എത്ര ആഴമുണ്ടെന്ന് അറിയത്തില്ല. ആഴം കാണാൻ സാധ്യതയില്ല. ആഴമുണ്ടെങ്കിൽ ഇവിടെ സെക്യൂരിറ്റി ഗാർഡുകൾ ഉണ്ടായിരുന്നേനെ. അപ്പോൾ അങ്ങോട്ടും വേണമെങ്കിൽ ആരും അങ്ങോട്ട് പോകുന്നില്ല. കുറച്ചും കൂടെ ഫോഴ്സിൽ വെള്ളം വരുന്നതുകൊണ്ടായിരിക്കും.